നിലവിലത്തെ പ്രധാനമന്ത്രിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ ഋഷി സുനക്കിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന ഫലസൂചനകളാണ് ആദ്യഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എന്ന് കേൾക്കുന്നു. നോക്കാം ബ്രിട്ടൻ ഭരണമാറ്റത്തിലേക്ക് പോവുകയാണോ എന്ന്. ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങളുമായി. ശില്പ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടൻ ഒരു ഭരണമാറ്റത്തിലേക്ക് പോവുകയാണോ? കൺസർവേറ്റീവുകൾ 14 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? മനു, തീർച്ചയായും ഈ 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണത്തിന് വിരാമം വരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഈ ബ്രിട്ടനിൽ പുതിയ ഭരണമാറ്റം എത്തുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായും പറയുന്നത്. അതായത് കൺസർവേറ്റീവ് പാർട്ടി കനത്ത തിരിച്ചടി നേരിടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നും സൂചനയുണ്ട്. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി നേരിടുന്നത്. ലേബർ പാർട്ടി ഇത്തവണ കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നേരിട്ടത്. ഈ ലേബർ പാർട്ടിക്ക് ഇത്തവണ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ 9 സീറ്റുകളും ലേബർ പാർട്ടിക്കുണ്ട്. ലേബർ പാർട്ടി 9 സീറ്റുകൾ നേടിയതുള്ളൊരു പുതിയ അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച്, ബ്രിട്ടനിലെ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് വളരെ കൃത്യതയുണ്ട്, വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യതയുള്ള ഒരു സൂചന തന്നെയാണ് വരുന്നത്. വലിയ കാര്യമായ മാറ്റമൊന്നും ഇതിലിനി ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൺസർവേറ്റീവ് പാർട്ടി വലിയ കനത്ത തിരിച്ചടി നേരിടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. 410 സീറ്റുകൾ ലേബർ പാർട്ടി നേടുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതായത് 326 സീറ്റുകൾ മതി ഭൂരിപക്ഷത്തിന്. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷം. അതെ, ബ്രിട്ടനിൽ 650 സീറ്റുകളാണ് ആകെയുള്ളത്. ഇതിൽ 410 സീറ്റുകൾ ലേബർ പാർട്ടി നേടുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതേസമയം 131 സീറ്റുകൾ മാത്രമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ 355 സീറ്റുകൾ നേടിയ ഈ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഇപ്പോൾ വളരെ കുറഞ്ഞ സംഖ്യയായ 131 എന്ന കണക്കിലേക്ക് ഒതുങ്ങി പോകുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ 13 സീറ്റുകൾ റിഫോം പാർട്ടി നേടുമെന്നും ഈ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. നേരത്തെ ഈ സഖ്യം ചേരുമെന്നും, ഈ റിഫോം പാർട്ടിയുമായിട്ടടക്കം സഖ്യം ചേരും, അത്തരത്തിൽ ഈ കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. എന്നാൽ അതിനുള്ള സാധ്യതകളും ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. റിഫോം പാർട്ടി 13 സീറ്റുകൾ മാത്രം നേടുമെന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 410 സീറ്റുകൾ ലേബർ പാർട്ടി നേടുമ്പോൾ ഏതാണ്ട് 131 എന്ന ചെറിയ കണക്കിലേക്ക് ഈ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. കീർ സ്റ്റാർമർ ആണ് ഈ ലേബർ പാർട്ടിയുടെ നേതാവ്. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ കീർ സ്റ്റാർമർ ആവും പ്രധാനമന്ത്രിയാവുക. കൃത്യമായ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കീർ സ്റ്റാർമർ തുടക്കം മുതൽ ബ്രിട്ടനിൽ നടത്തിയത്. നമുക്കറിയാം, ഈ 2025 വരെ ഋഷി സുനകിന് കാലാവധി ഉണ്ടായിരുന്നു. അതിനു മുന്നേ തന്നെയാണ് പൊടുന്നനെ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇനിയും ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു ശില്പ. അതിനു മുൻപേ പാർലമെന്റ് പിരിച്ചുവിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ബ്രിട്ടൻ പോയത്. യഥാർത്ഥത്തിൽ ഋഷി സുനക്കിന്റെ ആ ഒരു നീക്കം കൺസർവേറ്റീവുകൾക്ക് വലിയൊരു മണ്ടത്തരമായി മാറുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ഋഷി സുനക് ഇത്രയും നേരത്തെ ഈ ഒരു പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ അത് വലിയൊരു തിരിച്ചടിയായിട്ട് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് മാറിയിരിക്കുകയാണ്. മൃഗീയ ഭൂരിപക്ഷം ലേബർ പാർട്ടിക്ക് നൽകരുതെന്ന് ഈ ഋഷി സുനക് ആദ്യഘട്ടത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് തോൽവി ഋഷി സുനക് ഉറപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാകാം. ഈ വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഈ ബ്രിട്ടനിൽ ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഈ അനധികൃത കുടിയേറ്റം ഈ കനത്ത ഭൂരിപക്ഷത്തിൽ നിന്ന് വലിയ തോൽവിയിലേക്ക് ഈ കൺസർവേറ്റീവുകളെ എത്തിക്കാനുള്ള കാരണം പ്രധാനമായും കുടിയേറ്റ നയം ഒരു വലിയ വിഷയമായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ അടക്കമുണ്ടായിരുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണോ ജനത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്?
തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഈ കുടിയേറ്റ നിയമങ്ങളൊക്കെ വന്നതും പുതിയ കുടിയേറ്റ നിയമങ്ങളടക്കം വന്നതും അതിൽ നിയമങ്ങളൊക്കെ പുതുതായി കൊണ്ടുവന്നതും അടക്കം ഈ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശീയം സാമ്പത്തിക നയം അതോടൊപ്പം തന്നെ ഈ അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ഈ കൺസർവേറ്റീവ് പാർട്ടിക്കും ഋഷി സുനകിനും വലിയ തിരിച്ചടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ജനം ഒരു പുതിയ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാം ഈ ഋഷി സുനക് പ്രധാനമന്ത്രിയാവുന്നത് ബ്രിട്ടൻ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്താണ്. മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഋഷി സുനക് അധികാരത്തിൽ ഏറിയത്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ബ്രിട്ടന് ഉണ്ടായിരുന്നത്. എന്നാൽ കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ബ്രിട്ടന്റെ ഉണ്ടായില്ല. സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള വിപ്ലവം ഒന്നും സൃഷ്ടിക്കാൻ ഋഷി സുനകിന് സാധിച്ചിരുന്നില്ല. അതും വലിയ തോതിലൊരു കാരണമായി കീർ സ്റ്റാർമർ അടക്കം ഉയർത്തിക്കാട്ടുന്നുണ്ട്. വലിയ മെച്ചമൊന്നും ഈ ഋഷി സുനകിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായുമുള്ളത് 8 പ്രധാനമന്ത്രിമാരാണ് ഈ ലേബർ പാർട്ടിയിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലേറിയ ശേഷം 8 പ്രധാനമന്ത്രികൾ മാറി മാറി വന്നതും വലിയ തോതിലുള്ളൊരു വോട്ടർമാരെ അടക്കം അകറ്റി നിർത്താനുള്ളൊരു സാധ്യതയുണ്ടായി. ഈ ബ്രിട്ടനെ സംബന്ധിച്ച് കീർ സ്റ്റാർമറിന് ഏതാണ്ട് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങൾ നൽകുന്നത്. ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമറിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. 2020 ജെമി കോർബിനിൽ നിന്നാണ് അദ്ദേഹം പാർട്ടിയുടെ സുപ്രധാന നേതൃപദവിയിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് ജൂതവിരുദ്ധ ഇല്ലാതാക്കുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതൃത്വമാണ് ജനങ്ങൾക്ക് കൂടുതൽ കീർ സ്റ്റാർമറിലേക്ക് പ്രിയങ്കരനാക്കിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിഭാഷകനാണ്. അദ്ദേഹം മനുഷ്യാവകാശ കേസുകളിലൊക്കെ വലിയ തോതിലുള്ള മികവ് അദ്ദേഹം കാട്ടിയിരുന്നു. ഇതാണ് അദ്ദേഹത്തെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതൽ എത്തിച്ചത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സംഭാവനകളും അദ്ദേഹം ഈ അഭിഭാഷക കരിയറിൽ നൽകിയിരുന്നു. വളരെ വൈകിയാണ് കീർ സ്റ്റാർമർ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നത്. ഏതാണ്ട് 52ാമത്തെ വയസ്സിലാണ് കീർ സ്റ്റാർമർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും കൂടാതെ ലേബർ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതുമൊക്കെ. ഈ ആരോഗ്യ മേഖലയിലടക്കം കൂടുതൽ നിയമനങ്ങൾ, അധിക നികുതി കുറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർമർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലാണ് ബ്രിട്ടൻ ജനത ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ കീർ സ്റ്റാർമർ മുന്നോട്ട് വെച്ച പ്രചരണത്തിലടക്കം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ സഹായകരമായി അല്ലെങ്കിൽ ജനങ്ങളിൽ അത് പ്രതീക്ഷയുണ്ടാക്കിയെന്ന് വേണം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു ശില്പ, താങ്ക് യു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളും ആദ്യഘട്ട സൂചനകളും ഒക്കെയാണ് വരുന്നത്. ഇത് പ്രകാരം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചനകളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. 14 വർഷം നീണ്ട കൺസർവേറ്റീവുകളുടെ ഭരണത്തിന് അന്ത്യമാകുന്നു. ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക്ക് അധികാരം നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കീർ സ്റ്റാർമർ എന്ന് പറയുന്ന ലേബർ പാർട്ടിയുടെ നേതാവ് ഒരുപക്ഷെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ശില്പയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വച്ചത്.